ശബരിമലയിലെ യുവതി പ്രവേശനം വീണ്ടും ചർച്ചയാവുകയാണ്. ഒരിക്കൽ ഇടതുപക്ഷത്തിന്റെ അടിത്തറ ഇളക്കിയ വിഷയം വീണ്ടും വാദം കേൾക്കാൻ സുപ്രീം കോടതി തീയതി നിശ്ചയിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. അയ്യപ്പന്റെ സ്വർണമെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയതിൻ്റെ പേരിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന പിണറായിയും CPM-ഉം ഇനി സ്ത്രീകളെ കൂടി ശബരിമലയിലേക്ക് കയറ്റിവിടാൻ തീരുമാനിച്ചാൽ പിന്നെ പറയാനില്ല. അതോടെ ഇടിവെട്ടിയവനെ പാമ്പു കടിച്ചു എന്ന് പറയുന്നത് പോലെയായി മുഖ്യമന്ത്രിയുടെ അവസ്ഥ. ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കണമെന്ന് കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ NSS പോലെയുള്ള പ്രബല ഹൈന്ദവ സമുദായങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഹൈന്ദവ സമുദായങ്ങൾ മാത്രമാണ് ഇനി ആശ്രയമെന്ന് കരുതി ചില നീക്കങ്ങൾ തുടങ്ങിയ പിണറായി വിജയന് NSS-ഉം നഷ്ടപ്പെട്ടാൽ തോൽവിയുടെ ആഘാതം അദ്ദേഹം ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തായി മാറും. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയിൽ യുവതി പ്രവേശനമാകാമെന്ന മുൻ നിലപാട് തിരുത്തണമെന്ന ഹൈന്ദവ സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടതോടെ ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ ത്രിശങ്കുവിലാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും രാഷ്ട്രീയത്തെയും ഇതുമായി കൂട്ടിക്കെട്ടി നോക്കിയാൽ രാഷ്ട്രീയപരമായി തകർത്തെറിയാൻ കാത്തുനിൽക്കുന്ന പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമായി. ശബരിമലയിലെ യുവതീ പ്രവേശന ഹർജികൾ പുതിയ ഭരണഘടനാ ബെഞ്ചിന് പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഈ 9 അംഗ ബെഞ്ചിന് നേതൃത്വം നൽകുന്നത്. ഇക്കാര്യം നേരത്തെ നിശ്ചയിച്ചതാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കക്ഷികളും മാർച്ച് 14-ാം തീയതിക്ക് മുൻപായി അവരുടെ നിലപാട് എഴുതി നൽകാനും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതനുസരിച്ച് 9 അംഗ ബെഞ്ച് ഏപ്രിൽ 7-ന് വാദം തുടങ്ങുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യ ഘട്ടത്തിലും പ്രചരണത്തിലും എത്തി നിൽക്കുന്ന സമയത്ത് വിവിധ മതങ്ങളുടെ വിഷയം ഒന്നിച്ചു പരിഗണിക്കണമെന്ന് അഭിഭാഷകർ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ പഴയ 9 അംഗ ബെഞ്ചിൽ ഇപ്പോൾ കോടതിയിൽ ബാക്കിയുള്ളത് താൻ മാത്രമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വാദത്തിനിടെ അഭിഭാഷകരോട് പറയുകയും ചെയ്തു. കോവിഡ് കാരണമാണ് നേരത്തെ വാദം കേൾക്കൽ മുടങ്ങിയത് എന്നും നിലവിലെ 7 ചോദ്യത്തിന് പുറമെ കൂടുതൽ ചോദ്യങ്ങൾ ഓരോ കേസിനുമനുസരിച്ച് പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും യുവതികളെ പ്രവേശിപ്പിക്കണമെന്നത് നിലവിലുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ്. എന്നാൽ ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ പഴയ ഉമ്മൻചാണ്ടി സർക്കാർ യുവതികളെ പ്രവേശിക്കണ്ട എന്ന തീരുമാനത്തിലെത്തണമെന്നും നിലവിലെ ശബരിമലയിലുള്ള തൽസ്ഥിതി, അതായത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർ കയറാതെ അയ്യപ്പൻ്റെ നിത്യബ്രഹ്മചര്യത്തെ ബഹുമാനിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ വിധി വന്നതോടെ ആ വിധിയുടെ മറവിൽ ശബരിമലയെ തകർക്കാനാണ് പിണറായി വിജയൻ സർക്കാർ നോക്കിയത്. സമൂഹത്തിൽ പല അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ അമ്മിണിമാരെയും ഫാത്തിമമാരെയും മലകയറ്റാനാണ് സർക്കാർ തിടുക്കം കാട്ടിയത്. അത് ശരിക്കും ഭക്തി കൊണ്ടൊന്നുമല്ല. അതിൽ ജനങ്ങൾ തിരിച്ചടി നൽകിയപ്പോൾ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ച് ശബരിമലയിൽ മോഷണം നടത്തി. അതിനാരൊക്കെയോ കൂട്ടുനിന്നു. CPM നേതാക്കൾ ജയിലിൽ കിടക്കുന്നു. സ്വർണം മൊത്തം അടിച്ചുകൊണ്ടുപോയി. അവസാനം ബാക്കിയുള്ളതും മോഷ്ടിക്കാനും ജനങ്ങളുടെ അഥവാ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഒക്കെ കോടികൾ സമ്പാദിച്ചു കൂട്ടി അയ്യപ്പ സംഗമത്തെയും ഒരു കൊള്ളയായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ ശബരിമലയുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരവസരമായി കണ്ട് മുതലെടുക്കുന്ന പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെ എന്ന് പറയുന്നതിന് തുല്യമാണ്.